മണ്ഡലത്തിലെ ജനങ്ങളുടെ മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുക, അല്ലാത്തപക്ഷം തോൽക്കുമെന്ന് ഭീഷണി മുഴക്കുക, ഇവയെല്ലാം കേരളത്തിൽ ചിലരുടെ ഹോബിയാണ്. എന്നാൽ എല്ലാ സമവാക്യങ്ങളും തകർത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. എന്നിട്ടും പാഠം പഠിക്കാത്തവരുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി മുൻപന്തിയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി എന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണുന്നത്. മലപ്പുറം ജില്ലയെയും മുസ്ലിം ജനതയും പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങളും എഴുത്തുമാണ് ഇത്തരം പരാമർശങ്ങൾക്ക് വെള്ളവും വളവുമായത്. എല്ലായ്പ്പോഴും വെള്ളാപ്പള്ളിയെ വെള്ളപൂശുകയായിരുന്നു പിണറായി സർക്കാർ. മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചതെന്ന് പറഞ്ഞാണ് CPM ന്യായീകരണം നടത്താറ്. വെള്ളാപ്പള്ളി ഇടതുപക്ഷ സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരുന്നുവെന്ന് മറന്നു പോകരുത്. ഒടുവിൽ ഇടതുമുന്നണി 8 നിലയിൽ പൊട്ടാൻ വഴിവെച്ചതിൽ പ്രധാനി വെള്ളാപ്പള്ളിയാണെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും വെള്ളാപ്പള്ളി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ്. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതാണ് പുതിയ കാഴ്ച. യോഗനാഥം എഡിറ്റോറിയലിലാണ് രൂക്ഷ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി ലേഖനത്തിൽ ആരോപണമുന്നയിക്കുന്നു. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കിയെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയതയെ എതിർത്തതിന് തന്നെ തെരുവിൽ അധിക്ഷേപിച്ചെന്നും ലേഖനത്തിൽ പറയുന്നു. UDF അധികാരത്തിലേറും മുമ്പ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങി. ഭരണത്തിന്റെ മറവിൽ മതതീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് ശ്രമം. സർക്കാർ കൂട്ടുനിൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിന്റെ മുഖ്യ ശത്രുക്കൾ. KM ഷാജി വർഗീയ വിഷം ചീറ്റുന്ന നേതാവാണെന്നും വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം. മതേതര സമൂഹത്തിന് മുന്നിൽ മുസ്ലിം ലീഗിന്റെ ഉടുമുണ്ടഴിഞ്ഞു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ലീഗിന്റെ അവശിഷ്ടം മാത്രം. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപം നടന്ന നാട്ടിലാണ് ലീഗ് പടർന്നു പന്തലിച്ചത്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ തന്ത്രം ഇനി വിലപ്പോവില്ല. മാറാട് കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതെന്ന് നന്നായി അറിയാം. സമുദായത്തെ തകർക്കാൻ ഏത് കൊലക്കൊമ്പൻ വന്നാലും കൈകാര്യം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി. തൃക്കരിപ്പൂരിൽ VP മുസ്തഫയെ പരാജയപ്പെടുത്തിയ സന്ദീപ് വാര്യരുടെ ജയം എല്ലാവിധ മുൻവിധികൾക്കും അപ്പുറത്താണ് കേരളമെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. 2% ക്രൈസ്തവ വോട്ടർമാരുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ തവനൂരിൽ KT ജലീലിന്റെ പരാജയവും VS ജോയിയുടെ വിജയവും മറന്നുപോകരുത്. മലപ്പുറത്തിന്റെ മതേതര മണ്ണിൽ വർഗീയതയുടെ വിത്തുപാകാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർക്ക് തവനൂർ ജനത നൽകിയ അടി. നിർണായക ക്രൈസ്തവ വോട്ടുള്ള തിരുവമ്പാടിയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന് നിർദ്ദേശിച്ചവരുണ്ട്. അവർക്ക് മുമ്പിൽ UDF സ്ഥാനാർത്ഥി CK കാസിം വിജയിച്ചു നിന്നു. ഗുരുവായൂരിൽ മുസ്ലിം ജയിക്കുന്നത് ഗുരുവായൂരപ്പന് ഇഷ്ടമാവില്ലെന്ന് വരെ പറഞ്ഞ് വോട്ട് തട്ടാനിരുന്ന ഗോപാലകൃഷ്ണനെ കണ്ടം വഴി ഓടിച്ചു. ജയിച്ചത് NK അക്ബർ. ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് കൺമുമ്പിൽ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിക്ക് നേരം വെളുത്തിട്ടില്ല.